സരോജം ഹോം ഗാർഡന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. മാനവരക്ഷയ്ക്കായി ഭൂമിയിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കുന്ന ക്രിസ്തുമസ്. അങ്ങനെ ഒരു ക്രിസ്തുമസും കൂടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ക്രിസ്തുമസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അറിയിക്കാനും ഈ വീഡിയോയിൽ 2 പേർക്ക് ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ക്രിസ്തുമസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പള്ളിക്കുത്ത് സെൻറ് മേരീസ് ജ്ഞാനായ പള്ളി വികാരി ഫാദർ ടിജു എബ്രഹാം വാലുപറമ്പിൽ ഫാദറാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആര് വിളിച്ചാലും ശാന്തിയും സമാധാനവും നൽകുന്ന ആ ദിവ്യശക്തിയെക്കുറിച്ച് ഫാദർ സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാം. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ചാനലിലേക്ക് ഫാദറിനെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സരോജം ഹോം ഗാർഡന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്തവരായി ആരുമുണ്ടാവുകയില്ല. സദ്വാർത്തയുടെ മഹത് സന്ദേശവുമായി ഒരു ക്രിസ്തുമസ് കാലം കൂടി സമാഗതമായി. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ ധനുമാസ രാവിനെ നയനമനോഹരങ്ങളായ ദീപാലങ്കരങ്ങളാലും നക്ഷത്രവും പുൽക്കൂടും എല്ലാം ഒരുക്കി ഭവനങ്ങളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാടും നഗരവും കാത്തിരിപ്പിന്റെ വേളയിൽ കരോൾ ഗാനങ്ങളും ക്രിസ്തുമസ് ആശംസകളും കേക്കുകളും മറ്റു വിഭവങ്ങളുമൊക്കെ ആഘോഷങ്ങളുടെ മാറ്റ് കൂട്ടുന്നു. മനുഷ്യരാശിക്ക് മുഴുവൻ പ്രത്യാശയുണർത്തുന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന സദ്വർത്തമാനം ഈ ക്രിസ്തുമസ് രാവിലെയും എല്ലാവർക്കും പ്രത്യാശ പകരുന്നു നൽകുകയാണ്. വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുന്ന സന്ദേശമാണിത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് മാലാഖമാർ പാടിയതായി സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ വിത്തുകൾ പാകുവാനുള്ളതാകണം ഈ ക്രിസ്തുമസിന്റെ നാളുകൾ. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുമസ് ദൈവം മനുഷ്യനായി മാറിയ മഹാസംഭവമാണ്. മനസ്സുവെച്ചാൽ നമുക്കും ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശ്വരനായി മാറുവാൻ സാധിക്കും. ഈ തിരുപ്പിറവി അനന്തമായ സാധ്യതകൾ നമുക്ക് മുമ്പിൽ നൽകുന്നു. മനസ്സിൽ മനുഷ്യത്വമെന്ന മഹത്തായ മനോഭാവം നിറയുമ്പോഴാണ് നാം ശരിക്കും മനുഷ്യനായി മാറുകയുള്ളൂ. യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന അനേകരുടെ കണ്ണുനീരുകളെ തുടച്ചു നീക്കുമ്പോൾ യേശുവിലുള്ള മനുഷ്യത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്തുമസ് കാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് സഹജീവികളുടെ കണ്ണുനീരെ ഒപ്പുന്നവരും മനുഷ്യത്വമെന്ന മഹത്തായ മനോഭാവത്തിന്റെ അനന്തമായ സാധ്യതകളെ നമ്മിൽ വെളിപ്പെടുത്തുന്നവരുമാക്കി തീർക്കുക എന്നുള്ളതാണ്. നാടും നഗരവുമൊക്കെ ക്രിസ്തുവിനെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ യഥാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങൾ പുണ്യങ്ങളാൽ നിറഞ്ഞ് യേശുദേവന് പിറക്കുവാൻ തക്ക വിധത്തിലുള്ള പുൽക്കൂടുകളായി നമുക്ക് രൂപാന്തരപ്പെടാം. ഈ ക്രിസ്തുമസ് രാവ് എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ നാളുകളായി തീരട്ടെ. സരോജം
ഹോം ഗാർഡൻ പ്രേക്ഷകർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നതോടൊപ്പം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുള്ളതുമായ ഒരു പുതുവത്സരവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ടിജു എബ്രഹാം ഫാദറിന് സ്നേഹത്തോടെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൽ 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 26/12/2024 രാത്രി 9 മണി വരെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ കമൻറ്റിൻ്റെ വ്യക്തിക്ക് 2 അഡീനിയം പ്ലാന്റ്സുകളും, അതിന് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിൻ്റെ വ്യക്തിക്ക് 1 അഡീനിയം പ്ലാന്റും കൊറിയർ ചാർജ് സഹിതം ഞാൻ എടുത്തുകൊണ്ട് DTDC വഴി കൊറിയർ ചെയ്തു തരുന്നതാണ്. കഴിവതും ക്രിസ്തുമസിനെ കുറിച്ചും ന്യൂ ഇയറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ക്രിസ്തുമസിനെ കുറിച്ചൊക്കെ അറിവില്ലാത്തവർക്കൊക്കെ പല കാര്യങ്ങളും അറിവുണ്ടാവട്ടെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ഏത് കമൻറ്റിനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് നോക്കാൻ കഴിയൂ. 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 26/12/2024 ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്ന് നോക്കാൻ കഴിയൂ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുമ്പോൾ ആർക്കും വേദനയുണ്ടാകുന്ന ഒരു കമൻറ്റ് പോലും ഇടാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നൽകുകയാണ്.